ഇന്നലെ ചെയ്ത എക്സാമ്പിൾ നോക്കുക. സൈക്ലിങ് ചെയ്തില്ല, അത് സൈക്ലിങ് ഒഴിവാക്കിയിട്ട് എഴുതി നോക്കുക. കൺസിഡർ ദി പ്രീവിയസ് എക്സാമ്പിൾ. സൈക്ലിങ്ങിൻ്റെ എക്സാമ്പിൾ. അപ്ലൈ ദി സിംപ്ലക്സ് അൽഗോരിതം വിത്ത് ആൻറ്റി സൈക്ലിംഗ് റൂൾസ്. സിംപ്ലക്സ് അൽഗോരിതം തന്നെയാണ്, ഈ റൂൾസും കൂടി നോക്കിയിട്ട് വേണം ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്. റൂൾസ് ടു ദി ഇനീഷ്യൽ മാക്സിമം ടേബിൾ ഓഫ് ദി എബോ എക്സാമ്പിൾ. ഇതായിരുന്നു അടുത്ത ഇനീഷ്യൽ ടേബിളോ പ്രോബ്ലം അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. മാക്സിമം പ്രോബ്ലം ആയിരുന്നു അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. നോക്കാം, ഇതായിരുന്നു നമ്മുടെ ഇനീഷ്യൽ ടേബിൾ ഉണ്ടായിരുന്നത്. We choose x1, x2, x3, x4, t1, t2, t3 as our list of variables. ഈ ഓർഡറിലാണ് നമ്മൾ വേരിയബിൾസിനെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, x1, x2, x3, x4, t1, t2, t3. In the initial table we have two choices for a pivot column. കാരണം എന്താ, ഇവിടെ സി വാല്യൂസ് നോക്കുകയാണെങ്കിൽ, സി ജെ വാല്യൂസ് നോക്കുകയാണെങ്കിൽ 3/4 1/2 പോസിറ്റീവായിട്ടുണ്ട്. എല്ലാതും ലെസ് ദാൻ 0 ആണെങ്കിലാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ കറസ്പോണ്ടിങ് ടേബിളിൻ്റെ ബേസിക് സൊല്യൂഷനാണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ രണ്ട് വാല്യൂസ് പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. സോ അതിലേതെങ്കിലും ഒന്ന് നമുക്ക് ചൂസ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഒരു പൈവോട്ട് കോളം ചൂസ് ചെയ്യേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ രണ്ട് പോസിബിലിറ്റി ഉണ്ട്, 3/4 1/2, അതായത് ഫസ്റ്റ് കോളം ആൻഡ് തേർഡ് കോളം. In the initial table we have two choices for pivot column. First column corresponding to C1 equal to 3/4. Since greater than 0 ആണ്, അത് വേറെ ഒന്നും സിമ്പിൾ അല്ല, എന്താ മനസ്സിലാവാതൊന്നും ഇരിക്കണ്ട കേട്ടോ. പോസിറ്റീവ് ആയതുകൊണ്ടാണല്ലോ ചൂസ് ചെയ്തത്, അത് എഴുതിയതാണ് ജസ്റ്റ്. ആൻഡ് ദി തേർഡ് കോളം കറസ്പോണ്ടിങ് ടു C3 equal to 1/2 greater than 0. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണം. ഏതാ നമ്മൾ ചൂസ് ചെയ്യുക? ലിസ്റ്റിൽ നോക്കുക. ഇത് ഫസ്റ്റ് കോളത്തിൽ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വേരിയബിൾ x1 ആണ്, തേർഡ് കോളത്തിൽ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വേരിയബിൾ x3 ആണ്. ഏതാണ് ലിസ്റ്റിൽ ഫസ്റ്റ് വരുന്നത്? x1. സോ നമ്മൾ ഫസ്റ്റ് കോളാണ് ചൂസ് ചെയ്യേണ്ടത് പൈവോട്ട് കോളായിട്ട്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സിൻസ് ദി ഫസ്റ്റ് കോളം കറസ്പോണ്ട് ടു ദി വേരിയബിൾ x1 ആൻഡ് ദി തേർഡ് കോളം കറസ്പോണ്ട് ടു ദി വേരിയബിൾ x3, വി ചൂസ് ദി ഫസ്റ്റ് കോളം ആസ് അവർ പൈവോട്ട് കോളം ഇൻ അക്കോർഡൻസ് വിത്ത് റൂൾ 2. റൂൾ 2ലാണ് പൈവോട്ട് കോളം ചൂസ് ചെയ്യേണ്ട കാര്യം പറയുന്നത്, അതുകൊണ്ടാണ് റൂൾ 2 എഴുതിയത്. റൂൾ 2 ഓഫ് ആൻറ്റി സൈക്ലിംഗ് റൂൾസ്. ഇനി എന്ത് വേണം? പൈവോട്ട് റോ ചൂസ് ചെയ്യണം അല്ലേ. അത് ഈ പൈവോട്ട് കോളത്തിലെ എ വാല്യൂസ് കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. ഈ പൈവോട്ട് കോളം നോക്കുകയാണെങ്കിൽ അവിടെ എ വാല്യൂസ് ഏതൊക്കെ പോസിറ്റീവ് നോക്കുക. അപ്പോൾ ഇതിൽ പോസിറ്റീവായിട്ട് വരുന്നത് ഏതൊക്കെ? 1/4 1/2 ആണ്. എ വാല്യൂസ് പോസിറ്റീവ് വരുന്നത് 1/4 1/2 ആണ്. അപ്പോൾ അത് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന BI/AIJs ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ B1 നോക്കുകയാണെങ്കിൽ 0 ആണ്. A11 പറയുന്നത് 1/4, 0/1/4 ആണ് ഫസ്റ്റത്തത്. നെക്സ്റ്റ് B2 0/1/2 ആണ് നോക്കേണ്ടത്. ഈ 0 ആണ് നോക്കേണ്ട. AIJ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 വരുന്ന എ വാല്യൂസിന് മാത്രമാണ് നമ്മളിത് കൺസിഡർ ചെയ്യേണ്ടത്. BI/AIJ എന്നുള്ള വാല്യൂ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 0/1/4 0/1/2 ഇട്ട് രണ്ടും 0 ആണ്. അപ്പോൾ മിനിമം ഓഫ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും 0 ആണല്ലേ വരുന്നത്, രണ്ടിലും മിനിമമാണ്. അതായത് A11 എൻ്റെ AIJ വാല്യൂ ആയിട്ട് 1/4 ചൂസ് ചെയ്തപ്പോഴും 1/2 ചൂസ് ചെയ്തപ്പോഴും നമുക്ക് സെയിം ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിനും പൈവോട്ട് എൻട്രി ആവാനുള്ള ഒരു സാധ്യത ഉണ്ട് അല്ലേ. 1/4 1/2 പൈവോട്ട് എൻട്രി ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം, അല്ലെ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യാം. പക്ഷേ ഏത് ചൂസ് ചെയ്യണം എന്ന് പറയുന്നത് വീണ്ടും ആരാണ്? റൂളാണ്. പൈവോട്ട് റോക്ക് പറയണ റൂൾ ഉണ്ടല്ലോ, റൂൾ 1. അതിലെന്താ പറഞ്ഞാൽ ഇതിലും ഈ ഓർഡർ തന്നെ എടുക്കണം. നമ്മൾ ഏത് ഓർഡറിലാണോ ലിസ്റ്റ് ചെയ്തിട്ടുള്ള വേരിയബിൾ അതിനനുസരിച്ച് വേണം റോ ചൂസ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ 1/4 എന്നുള്ള എലിമെൻ്റ് നോക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വേരിയബിൾ T1 ആണ്. 1/2 നോക്കുകയാണെങ്കിൽ T2 ആണ്. ഏതാണ് ലിസ്റ്റിൽ ആദ്യം വരുന്നത്? T1 ആണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റോ ആണ് പൈവോട്ട് റോ ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. അതായത് T1ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റോ, അതായത് ഫസ്റ്റ് റോ ആണ് നമ്മുടെ പൈവോട്ട് റോ. അതുപോലെ നമുക്ക് കിട്ടിയത് ഫസ്റ്റ് കോളാണ് പൈവോട്ട് കോളം. ഇതിൽ രണ്ടിലും കൂടി കോമൺ ആയിട്ട് വരുന്ന എലമെൻ്റാണ് ആര്? പൈവോട്ട് എലമെൻറ്റ്. ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് റെഡിങ് കൊണ്ട്. അങ്ങനെയാണ് ഈ എലമെൻറ്റ് പൈവോട്ട് എലമെൻ്റായിട്ട് വരുന്നത്. പൈവോട്ട് റോയിലും പൈവോട്ട് കോളത്തിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻ്റാണ് പൈവോട്ട് എലമെൻ്റ് പറയുന്നത്. ഇവിടെ 1/4 ആണ് നമുക്ക് പൈവോട്ട് എലമെൻ്റായിട്ട് കിട്ടിയത്. പൈവോട്ട് എലമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രോസസ്സ് ചെയ്യാം, ഏത് പൈവോട്ടിങ് ചെയ്യാം. ഇവിടെ ഒക്കെ എഴുതിയിട്ടുണ്ട്. വി ഹാവ് ടു ചോയ്സസ് ഫോർ പൈവോട്ട് റോ. ദി ഫസ്റ്റ് റോ B1/A11 അത് ചെയ്തപ്പോൾ 0 ആണ് കിട്ടുന്നത്. ആൻഡ് ദി സെക്കൻഡ് റോ B2/A21 = 0. അത് രണ്ടിലും 0 കിട്ടിയതുകൊണ്ടാണ്, രണ്ടിലും മിനിമം വാല്യൂ അല്ലേ, മിനിമം വാല്യൂ 2 കൊടുത്തപ്പോഴും കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് രണ്ട് പോസിബിലിറ്റി ഉണ്ടായത്.
Since the first row corresponds to the variable t1 and the second row corresponds to the variable t2, we choose the first row as our pivot row in accordance with the rule 1 of anticycling rules. ആ റൂൾസ് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് റോ ആണ് ചൂസ് ചെയ്യേണ്ടത്. Hence we pivot on 1/4. അതായത് പൈവോട്ട് എൻട്രി ആയിട്ട് നമുക്ക് 1/4 ആണ് കിട്ടിയത്. ഇറ്റ് ഈസ് ഈക്വൽ ടു A11 അല്ലേ. A11ൻ്റെ പൊസിഷനിൽ കിടക്കുന്ന എലമെൻ്റ് ആണ്. അത് ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ. ടു ഒബ്റ്റെയിൻ ദി സെക്കൻഡ് ടേബിളോ ആ എലമെൻറ്റിൽ പൈവോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ 1/4 പൈവോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ടേബിളോ കിട്ടും. അതാണ് ഇത്. പൈവോട്ടിങ് അറിയാലോ എങ്ങനെ ചെയ്തിരുന്നത്. ആ എലമെൻറ്റിൻ്റെ കറസ്പോണ്ടിങ് വേരിയബിൾസിനെ ഇൻ്റർചേഞ്ച് ചെയ്യുക. പി എന്നുള്ള സ്ഥാനത്തുള്ള എലമെൻറ്റിനെ പൈവോട്ട് എലമെൻറ്റിനെ 1/p കൊണ്ട് റീപ്ലേസ് ചെയ്യുക. പിൻ്റെ റോയിൽ വരുന്ന എലമെൻറ്റ്സിനൊക്കെ p കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പിൻ്റെ കോളത്തിൽ വരുന്ന എലമെൻറ്റ്സിനൊക്കെ -p കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പിന്നെ എസ് ആയിട്ട് ബാക്കി പൊസിഷനിൽ കിടക്കുന്ന എലമെൻറ്റ്സിനൊക്കെ PS - QR/p കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ടേബിളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ ടേബിളിൽ വീണ്ടും ഈ കാര്യങ്ങളൊക്കെ നോക്കുക. CJ വാല്യൂസ് നോക്കുക. ഇവിടെ നോക്കുകയാണെങ്കിൽ CJ വാല്യൂസ് അല്ലാതെ നെഗറ്റീവായോ അല്ലെങ്കിൽ <0 ആയോ, നെഗറ്റീവോ 0യോ വന്നാൽ സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ ഇവിടെ C2 നോക്കുകയാണെങ്കിലും C3 നോക്കുകയാണെങ്കിലും പോസിറ്റീവാണ് വന്നിട്ടുള്ളത്. അപ്പോഴും നമുക്ക് രണ്ട് പോസിബിലിറ്റിയാണ് പൈവോട്ട് കോളം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഏത് ചൂസ് ചെയ്യണം അത് നോക്കാം. ഇവിടെ C2 അതായത് സെക്കൻഡ് കോളത്തിൽ 4 ആണ് വന്നിട്ടുള്ളത്. C3 7/2 തേർഡ് കോളത്തിലും 7/2 അതും പോസിറ്റീവാണ്. സെക്കൻഡ് കോളത്തിലും തേർഡ് കോളത്തിലും പോസിറ്റീവാണ് CJ വാല്യൂസ് വന്നിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് കോളായിട്ടും തേർഡ് കോളായിട്ടും നമുക്ക് പൈവോട്ട് കോളത്തിന് ചൂസ് ചെയ്യാം. അത് ഏതാണ് ചൂസ് ചെയ്യാം, ഏതാണ് ലിസ്റ്റിൽ ഫസ്റ്റ് വരുന്നത്? X2 അല്ലേ. X2 ആണ് സെക്കൻഡ് കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വേരിയബിൾ. X3 ആണ് തേർഡ് കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ ലിസ്റ്റിൽ ഫസ്റ്റ് ആരാണ്? X2 ആണ്. സോ നമ്മൾ സെക്കൻഡ് കോളാണ് ചൂസ് ചെയ്യേണ്ടത്. ലിസ്റ്റിൽ ഫസ്റ്റ് വന്നത് X3ൻ്റെ മുന്നേ X2 ആയതുകൊണ്ട് നമ്മൾ ഇതാണ് ചൂസ് ചെയ്യേണ്ടത്. സെക്കൻഡ് കോളാണ് പൈവോട്ട് കോളായിട്ട് ചൂസ് ചെയ്യേണ്ടത്. അതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇൻ ദിസ് ന്യൂ ടേബിൾ വി ഹാവ് 2 ചോയ്സസ് ഫോർ പൈവോട്ട് കോളം. ദി സെക്കൻഡ് കോളം കറസ്പോണ്ട് ടു C2 = 4 ആൻഡ് ദി തേർഡ് കോളം കറസ്പോണ്ട് ടു C3 = 7/2. Since the second column corresponds to the variable X2, second column corresponds to the variable X2 and the third column corresponds to the variable X3. Third column corresponds to the variable X3. We choose the second column as our pivot column. Second column ആണ് pivot column ആയിട്ട് ചൂസ് ചെയ്യുന്നത്. In accordance with rule 2 of anticycling rules. റൂൾ 2 വെച്ചിട്ട് പൈവോട്ട് കോളായിട്ട് നമ്മൾ ചൂസ് ചെയ്യണത് സെക്കൻഡ് കോളാണ്. ഞാൻ പറഞ്ഞല്ലോ X2 ആണ് ആദ്യം വരുന്നത്. അതുകൊണ്ട് ഇനി എന്ത് ചൂസ് ചെയ്യണം? മിനിമം വാല്യൂ ഏതിലാണ് വരുന്നത്? ഇവിടെ A22/0 നോക്കണം. അതായത് AJ വാല്യൂസ് ഈ കോളം നോക്കാം. AJ വാല്യൂസ് ഏതിലൊക്കെ പോസിറ്റീവ് നോക്കാം. ആകെ ഒരു AJ വാല്യൂ ഇവിടെ പോസിറ്റീവ് ആയിട്ട് വരുന്നത് ഏതാണ്? 4. ഇവിടെ 0 ആണ്. നോക്കണ്ട, 4 ആണ് ഇവിടെ പോസിറ്റീവായി വരുന്നുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് ഒന്ന് മാത്രമേ ചൂസ് ചെയ്യാനുള്ളൂ. 0/4 മാത്രം. അതായത് B2/A22 മാത്രം. അപ്പോൾ A22ൻ്റെ പൊസിഷനിലുള്ള എലമെൻറ്റിൽ തന്നെ നമ്മൾ പൈവോട്ട് എൻട്രി ആയിട്ട് ചൂസ് ചെയ്യണം. വേറെ പോസിബിലിറ്റി ഒന്നുമില്ല. നേരത്തെ ആണെങ്കിൽ 2 എണ്ണം ഉണ്ടായിരുന്നു അല്ലേ. ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ >0 വന്നത്. അപ്പോൾ പിന്നെ എന്തായാലും പൈവോട്ട് എൻട്രി ആയിട്ട് 4നെ തന്നെ ചൂസ് ചെയ്യേണ്ടി വരും. ദി പൈവോട്ട് റോ ഈസ് ദെൻ ഡിറ്റർമിൻഡ് ബൈ ദി സിംപ്ലക്സ് അൽഗോരിതം. B2/A22 അത് 0 വരുന്നുണ്ട്. അതല്ലെങ്കിൽ അത് മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് വി പൈവോട്ട് ഓൺ 4 വിച്ച് ഈസ് ഈക്വൽ ടു A22 ടു ഒബ്റ്റെയിൻ ദി തേർഡ് ടേബിൾ. ഇവിടെ എഴുതിയിട്ടുണ്ട് A32 0 ആണ്, A12 <0 ആണ്. അതുകൊണ്ട് നമുക്ക് അതൊന്നും ചൂസ് ചെയ്യാൻ പറ്റില്ല. ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? A22 മാത്രമേ ഈ വാല്യൂ BI/AJ വാല്യൂ കൺസിഡർ ചെയ്യുള്ളൂ. അതുകൊണ്ട് ആ A22 ആണ് ഇവിടുത്തെ പൈവോട്ട് എൻട്രി ആയിട്ട് വന്നിട്ടുള്ളത്. 4 ടു ഒബ്റ്റെയിൻ തേർഡ് ടേബിളോ അത് യൂസ് ചെയ്തിട്ട് തേർഡ് ടേബിളോ എഴുതി അല്ലേ. A22നെ പൈവോട്ട് എൻട്രി ആയിട്ട് എടുത്തിട്ട് തേർഡ് ടേബിളോ എഴുതി. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു. വേരിയബിൾസ് ഇൻ്റർചേഞ്ച് ചെയ്തു അല്ലേ. റോയിലും കോളത്തിലും പിന്നെ വേരിയബിൾസ് ഇൻ്റർചേഞ്ച് ചെയ്തു. 4നെ 1/4 കൊണ്ട് റീപ്ലേസ് ചെയ്തു. അതായത് 4P ആണെങ്കിൽ Pനെ 1/P കൊണ്ട് റീപ്ലേസ് ചെയ്തു. Pൻ്റെ റോയിൽ വരുന്ന ബാക്കി എലമെൻറ്റ്സിനൊക്കെ P കൊണ്ട് ഡിവൈഡ് ചെയ്തു. Pൻ്റെ കോളത്തിൽ വരുന്ന ബാക്കി എലമെൻറ്റ്സിനൊക്കെ -P കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി ബാക്കി കിടക്കുന്ന എലമെൻറ്റ്സ് S ആയിട്ട് കിടക്കുന്ന എലമെൻറ്റ്സൊക്കെ PS - QR/P കൊണ്ട് റീപ്ലേസ് ചെയ്തു. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പുതിയ ടേബിളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ പുതിയ ടേബിൾ നോക്കുകയാണെങ്കിൽ അതിൽ ഒരു CJ വാല്യൂ മാത്രമാണ് നെഗറ്റീവ് ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ പൈവോട്ട് കോളായിട്ട് അത് തന്നെ ചൂസ് ചെയ്യാനുള്ളൂ അല്ലേ. CJ വാല്യൂ ആയിട്ട് ഇവിടെ
സി ജെ വാല്യൂ ആയിട്ട് ഒരു വാല്യൂ മാത്രമാണ് പോസിറ്റീവായിട്ടുള്ളത്. അപ്പോൾ 2 അല്ലേ, തേർഡ് കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് പൈവോട്ട് കോളം എന്ന് പറയുന്നത് എന്തായാലും തേർഡ് കോളം തന്നെ ആയിരിക്കും. In this new tableau, the choice of the pivot column is determined by the simplex algorithm. Third column. But there are two choices for pivot row, namely the first row and the second row. അത് നമ്മൾ പൈവോട്ട് കോളായിട്ട് എന്തായാലും ഇത് തന്നെ വരുന്നത്. പക്ഷേ 2 ചോയ്സ് ഉണ്ട് പൈവോട്ട് റോക്ക് എന്നാണ് പറഞ്ഞത്. അതെങ്ങനെ? ഇവിടെ തേർഡ് കോളാണ് നമ്മൾ പൈവോട്ട് കോളായിട്ട് ചൂസ് ചെയ്തത്. അതിൽ എ വാല്യൂസ് നോക്കുകയാണെങ്കിൽ 3 പോസിറ്റീവാണ് അല്ലേ. അപ്പോൾ അത് 3ലും B1/, ആ വാല്യൂസ് കാണണം, BI/AHS കാണണം. അപ്പോൾ 0/8, 0/3/8, 1/1 അങ്ങനെ വരാം. ഇതിൽ മിനിമം നോക്കുകയാണെങ്കിൽ 0 വരെ അല്ലേ. ഇത് 1/1 ചെയ്യുമ്പോൾ 1 കിട്ടുക, അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. B1/A13 അത് 0/8 വരും. B2/A23 അത് 0/3/8 0 വരും. നെക്സ്റ്റ് B3/A33 അത് 1/1 1 വരും. അപ്പോൾ ഇതിൽ മിനിമം ഇതിലാണ് വന്നിട്ടുള്ളത്, ഇത് രണ്ടും കൊടുത്തപ്പോഴാണ് അല്ലേ. ഇത് രണ്ടിലും 0 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ 8നും 3/8നും പൈവോട്ട് എൻട്രി ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലേ. 8നും 3/8നും. ഇനി അത് നമ്മളെങ്ങനെ ചൂസ് ചെയ്യേണ്ടത്? ഏതിനാണ് നമ്മളെ ലിസ്റ്റിൽ ഏതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിളാണ് ലിസ്റ്റിൽ ഫസ്റ്റ് വരുന്നത് നോക്കുക. അപ്പോൾ നമ്മൾ x1ഉം x2 ആണ് ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വേരിയബിൾ അല്ലേ. സെക്കൻഡ് റോക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് റോക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന x1, സെക്കൻഡ് റോക്ക് x2. അതിൽ ലിസ്റ്റിൽ ഏതാണ് ഫസ്റ്റ് വരുന്നത്? x1 ആണ്. അപ്പോൾ നമുക്ക് പൈവോട്ട് റോ ആയിട്ട് അത് ചൂസ് ചെയ്യണം, ഫസ്റ്റ് റോനെ ചൂസ് ചെയ്യണം. സോ ഇതാണ് പൈവോട്ട് കോളം. തേർഡ് കോളാണ് പൈവോട്ട് കോളം, പൈവോട്ട് റോ, ഫസ്റ്റ് റോ. രണ്ടിലും കോമൺ വരുന്ന എലമെൻറ്റ് 8. ദാറ്റ് ഈസ് പൈവോട്ട് എൻട്രി ഈസ് 8. 8 ആണ് ഇവിടുത്തെ പൈവോട്ട് എൻട്രി വരുന്നത്. അപ്പോൾ അതിവിടെ എഴുതിയിട്ടുണ്ട്. ദർ ആർ 2 ചോയ്സ് ഫോർ പൈവോട്ട് റോ, നെയിംലി ദി ഫസ്റ്റ് റോ പൈവോട്ട് റോ ആവാം. B1/A13 ചെയ്യുമ്പോൾ 0 ഇട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് റോയും ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്, കാരണം അവിടെയും 0 ആണ് വരുന്നത്. സിൻസ് ദി ഫസ്റ്റ് റോ കറസ്പോണ്ടിങ് ടു ദി variable x1 and the second row correspond to the variable x2, we choose the first row as our pivot row in accordance with the rule 1. കാരണം റൂൾ 1ൽ പറയുന്നുണ്ട് ഏതാണോ നമ്മൾ ലിസ്റ്റ് ചെയ്തിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ ആണ് ചൂസ് ചെയ്യേണ്ടത് ഓഫ് ദി ആൻറ്റിസൈക്ലിക് റൂൾസ്. ഹെൻസ് വി പൈവോട്ട് 8 അല്ലേ. 8നെയാണ് പൈവോട്ട് ചെയ്യേണ്ടത്, കാരണം ആ റോയിലും കോളത്തിലും കോമൺ ആയിട്ട് വരുന്നത് 8 ആണ്. which is equal to A13 എന്നുള്ള പൊസിഷനിലാണ് കിടക്കുന്നത് ടു ഒബ്റ്റെയിൻ ഫോർത്ത് ടേബിളോ. ഇതിന് പൈവോട്ട് എൻട്രി ആയിട്ട് ചൂസ് ചെയ്തിട്ട് പൈവോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടേബിളോ കിട്ടും. പൈവോട്ടിങ് അറിയാലോ, മെത്തേഡൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ പുതിയ ടേബിൾ കിട്ടുക. പൈവോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടേബിൾ ഇതാണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ CJ വാല്യൂസും നെഗറ്റീവായോ? ഇല്ല. ഇവിടെ വീണ്ടും 2 CJ വാല്യൂ പോസിറ്റീവായി മാറി. 2ഉം 3യും നോക്കിക്കഴിഞ്ഞാൽ അത് പോസിറ്റീവ് വാല്യൂ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള ടേബിളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സാമ്പിൾ എഴുതിയില്ല, സൈക്ലിങ്ങിൻ്റെ എക്സാമ്പിൾ എഴുതി, അതേ ടേബിൾ തന്നെയാണ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇതുവരെയുള്ള ടേബിൾസൊക്കെ. ഇനി എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ എന്ന് നോക്കാം, എപ്പോഴാണ് ചേഞ്ച് വരുന്നതെന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ 2 വാല്യൂസ് പോസിറ്റീവാണ്, C1ഉം C4ഉം പോസിറ്റീവാണ്. അപ്പോൾ ഏതാണ് ചൂസ് ചെയ്യേണ്ടി വരിക? ഇൻ ദിസ് ന്യൂ ടേബിൾ വി ഹാവ് 2 ചോയ്സസ് ഫോർ പൈവോട്ട് കോളം. ഏതൊക്കെയാണ്? ഫസ്റ്റ് കോളം, ഫോർത്ത് കോളം. കാരണം C1 2 ആണ്, C4 3 ആണ്. ഫസ്റ്റ് കോളം corresponding to C1 equal to 2 and the fourth column corresponding to C4 equal to 3. Since the fourth column corresponds to the variable x4, fourth column x4 ആണുള്ളത്, and the first column corresponds to the variable t1. അപ്പോൾ ഏതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? ഫോർത്ത് കോളാണ്. കാരണം x4 കഴിഞ്ഞിട്ടാണ് നമ്മൾ t1 കൊടുത്തിട്ടുള്ളത് അല്ലേ. x4 കഴിഞ്ഞിട്ടാണ് t1 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫോർത്ത് കോളാണ് ചൂസ് ചെയ്യേണ്ടത്. x4ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് ഫോർത്ത് കോളാണ്, അതാണ് ചൂസ് ചെയ്യേണ്ടത്. And the first column corresponding to the variable t1. We choose the fourth column as our pivot column in accordance with the rule 2. റൂൾ 2ൽ പറയുന്നത് ഏത് ഓർഡറിലാണ് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ ഓർഡറിൽ എടുക്കുക അല്ലേ. അപ്പോൾ ഇവിടെ ഫസ്റ്റിൽ വരുന്നത് t1ന് മുന്നേ x4 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ x4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം ചൂസ് ചെയ്തു, ദാറ്റ് ഈസ് ഫോർത്ത് റോ. ചോയ്സ് ഫോർ pivot row is determined by the simplex algorithm and we pivot on 3/16. അതായത് ഈ കോളം നോക്കുകയാണെങ്കിൽ
ഏതൊക്കെയാണ് വാല്യൂസ് വരുന്നത്? 3/16 21/3 ആണ് പോസിറ്റീവ് വാല്യൂസ് വരുന്നത്. നമ്മൾ പോസിറ്റീവ് AIJs ആണ് നോക്കുക. അതിൽ BI/AIJ എന്നുള്ള വാല്യൂ കമ്പ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ B2/A24 അല്ലത് B2/A24 നോക്കുമ്പോൾ 0/3/16 അത് 0 വരും. എന്താ B2/A24 ഇവിടെ എഴുതിയിട്ടുണ്ട്, 0 വരും. അടുത്തത് B3/A34 ആണ്. B3/A34 അത് 1/21/2 ദാറ്റ് 2/21 ആണ് വരുന്നത്. പക്ഷേ ഇതിൽ മിനിമം ഏതിലാണ്? ഇതാണ് വരുന്നത്, B2/A24 ആണ്. സോ ഏത് കൊടുക്കണം പൈവോട്ടിങ്? എന്തായാലും ഒരു ചോയ്സ് മാത്രമേ ഉള്ളൂ, രണ്ടിലും സെയിം വാല്യൂ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ A24 ആണ് നമ്മളെ പൈവോട്ട് എൻട്രി. അവിടെ കൺഫ്യൂഷൻ ഒന്നുമില്ല. അപ്പോൾ പൈവോട്ട് റോ ആയിട്ട് സെക്കൻഡ് റോ ആണ് വരിക. A24 വരുന്നത് സെക്കൻഡ് റോയിലാണ്. അപ്പോൾ പൈവോട്ട് റോ എന്നുള്ളത് സെക്കൻഡ് റോ ആണ്. The choice of the pivot row is determined by the simplex algorithm and we pivot on 3/16 which is equal to A24 to obtain the fifth table. അപ്പോൾ 3/16 പൈവോട്ട് എൻട്രി ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്തു. ഇതിന്ന് പൈവോട്ടിങ് ചെയ്യുക. 3/16 പൈവോട്ട് എൻട്രി ആയിട്ട് പൈവോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് പുതിയ കിട്ടുന്ന ടേബിളോ. ഇവിടെ നോക്കുമ്പോൾ എല്ലാ CJ വാല്യൂസും >0 ആയോ? ഇല്ല. ഇവിടെ C1ഉം C3യും പോസിറ്റീവാണ്. C1ഉം C3യും പോസിറ്റീവായി വന്നിട്ടുണ്ട്. സോ ഇനിയും ചെയ്യാണ്ട്. C1 1 ആണ്, C3 1/2 ആണ്. അപ്പോൾ ഈ രണ്ട് CJ വാല്യൂസിൽ ഒന്ന് ചൂസ് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ പൈവോട്ട് കോളത്തിനുള്ള പോസിബിലിറ്റി ഒന്നെങ്കിൽ ഫസ്റ്റ് കോളം അല്ലെങ്കിൽ തേർഡ് കോളാണ് അല്ലേ? ഫസ്റ്റ് കോളം അല്ലെങ്കിൽ തേർഡ് കോളം. പക്ഷെ ഇതിൽ ഏത് വേരിയബിളാണ് ഫസ്റ്റ് വരിക? T1 ആണോ X1 ആണോ നമ്മളെ ലിസ്റ്റിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത്? X1 ആണ്. അപ്പോൾ നമ്മൾ ഏതാണ് ചൂസ് ചെയ്യേണ്ടത്? തേർഡ് കോളാണ് പൈവോട്ട് കോളായിട്ട് ചൂസ് ചെയ്യേണ്ടത്. ഇൻ ദിസ് ന്യൂ ടേബിൾ വി ഹാവ് 2 ചോയ്സസ് ഫോർ എ പൈവോട്ട് കോളം. ദി ഫസ്റ്റ് കോളം കറസ്പോണ്ടിങ് ടു C1 equal to 1 and the third column corresponding to C3 equal to 1/2. Since the first column is corresponding to the variable T1 and the third column is corresponding to the variable X1, we choose third column as our pivot column in accordance with the rule 2 of the anti-cycling rules. ഇൻ ദി പ്രീവിയസ് സെക്ഷൻ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കും. നമ്മൾ മുന്നേ ചെയ്തതിൽ ഇങ്ങനെയല്ല ചൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് സൈക്ലിങ്ങിൽ നമ്മൾ എക്സാമ്പിൾ ആക്കി എഴുതിയില്ലേ, അപ്പോൾ നേരെ തിരിച്ചാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻ ദി പ്രീവിയസ് സെക്ഷൻ വി ഹാവ് ചോസൺ ദി ഫസ്റ്റ് കോളം ആസ് എ പൈവോട്ട് കോളം. അവിടെ നമ്മൾ ഫസ്റ്റ് കോളത്തിനായിരുന്നു പൈവോട്ട് കോളായിട്ട് ചൂസ് ചെയ്തത്. അതായത് C1 = 1 > 0 ചൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. പക്ഷെ നമ്മൾ ഇത് യൂസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി, ഈ മെത്തേഡിൽ ചെയ്തപ്പോൾ മനസ്സിലായി ഇതാണ് ചൂസ് ചെയ്യേണ്ടതിരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ സൈക്ലിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് കൂടി കടന്നു പോയത്. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് ചൂസ് ചെയ്യേണ്ടത്? തേർഡ് കോളായിരുന്നു ചൂസ് ചെയ്യേണ്ടിയിരുന്നത്. അതാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇൻ ദി പ്രീവിയസ് സെക്ഷൻ വി ഹാവ് ചോസൺ ദി ഫസ്റ്റ് കോളം ആസ് ദി പൈവോട്ട് കോളം. The choice for the pivot row is then determined by the simplex algorithm and we pivot on 5/2. അതായത് ഇനി അവിടെ പൈവോട്ട് റോ എന്ന് പറയുമ്പോൾ ഇവിടെ AIJ വാല്യൂസ് ഗ്രേറ്റർ ദാൻ 0 ഉള്ള കേസ് കൺസിഡർ ചെയ്യുക. പക്ഷെ ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ > 0 വന്നിട്ട് 5/2. അപ്പോൾ പിന്നെ നോക്കാനൊന്നുമില്ല, പൈവോട്ട് റോ ആയിട്ട് 5/2 കിടക്കുന്ന റോ തന്നെ വരിക. അതായത് 5/2 ആയിരിക്കും പൈവോട്ട് എൻട്രി എന്ന് പറയുന്നത്. തേർഡ് റോ ആണ് പൈവോട്ട് റോ ആൻഡ് തേർഡ് കോളാണ് പൈവോട്ട് കോളം. കോമൺ ആയിട്ട് വരുന്ന എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/2 ആണ് അല്ലേ? അവിടെ എന്തായാലും 5/2 മാത്രമല്ലേ ഉള്ളൂ, കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ B3/5/2 മാത്രമേ ഉള്ളൂ ചെയ്യാനുള്ളത്. ഇതൊക്കെ നെഗറ്റീവാണ്, അപ്പോൾ അതിനെ നോക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ റോലാണ് മിനിമം എലമെൻറ്റ് കിട്ടുന്നത്. തേർഡ് റോയിൽ തേർഡ് കോളത്തിൽ കോമൺ എലമെൻറ്റ് ഈസ് 5/2, ദാറ്റ് ഈസ് പൈവോട്ട് എൻട്രി ഈസ് 5/2. അപ്പോൾ വി പൈവോട്ട് ഓൺ 5/2 എഴുതിയിട്ടുണ്ട്, വിച്ച് ഈസ് A33 ഇൻസ്റ്റെഡ് ഓഫ് 2 ഇൻ പ്രീവിയസ് സെക്ഷൻ. മുന്നത്തെ ഭാഗത്ത് നമ്മൾ 2 ആണ് ചൂസ് ചെയ്തിരുന്നത്. ഈ 2 ആണ് നമ്മൾ ചൂസ് ചെയ്തിരുന്നത്. ഓക്കെ, കാരണം അവിടെ നമ്മൾ ഫസ്റ്റ് കോളാണ് ചൂസ് ചെയ്തിരുന്നത്. അതിൽ ഈ 2 ആണ് പൈവോട്ട് എൻട്രി ആയിട്ട് വന്നിരുന്നത്. അത് യൂസ് ചെയ്ത് പൈവോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ടേബിളോ കിട്ടും. സിക്സ് ടേബിളോ അതിൻ്റെ ഫോം ഇങ്ങനെയാണ് വരുന്നത്. ആ എലമെൻറ്റ് യൂസ് ചെയ്തിട്ട് പൈവോട്ടിങ് ചെയ്തതിന് ഈ ടേബിളാണ് കിട്ടുക. ദി പൈവോട്ട് ഇൻ ദ ന്യൂ ടേബിളോ ഈസ് യൂണിക്ലി ഡിറ്റർമിൻഡ് by the simplex algorithm so that no anti-cycling rules are necessary. അതായത് ഇനി നമുക്ക് ആൻറ്റി-സൈക്ലിംഗ് റൂൾസിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം എന്താ, അപ്പോൾ പുതിയ ടേബിൾ നോക്കുകയാണെങ്കിൽ അതിൽ എങ്ങനെ വന്നിട്ടുള്ളത്?
ഒരു സി വാല്യൂ മാത്രമാണ് നെഗറ്റീവ് ഉള്ളത്, ഒരു സി ജെ വാല്യൂ മാത്രമാണ് പോസിറ്റീവ് ഉള്ളത്. ഇത് 3 നെഗറ്റീവ് വന്നിട്ടുള്ളത്, C1 മാത്രമാണ് പോസിറ്റീവ് വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ അതിനെ തന്നെ ആ കോളം തന്നെയാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പിന്നെ കോളം തന്നെയാണ് പൈവോട്ട് കോളം. ഇനി ആ കോളം നോക്കുകയാണെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ 0 പറഞ്ഞിട്ട് ഒരു എ വാല്യൂ മാത്രമല്ലേ ഉള്ളൂ അല്ലേ. ഇവിടെ 0 ആണ്, ഇവിടെ നെഗറ്റീവാണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 0 പറഞ്ഞിട്ട് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ റോ തന്നെയാണ് പൈവോട്ട് റോ ആയിട്ട് വരിക. സോ പൈവോട്ട് കോളം പൈവോട്ട് റോ. അപ്പോൾ പൈവോട്ട് എൻട്രി എന്നുള്ളത് 2/15 കിട്ടും. അപ്പോൾ ഇനി ആൻറ്റിസൈക്കിളിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ എഴുതിയതാണ് സിൻസ് ഓൺലി C1 ഗ്രേറ്റർ ദാൻ 0. C1 മാത്രമാണ് പോസിറ്റീവ് ആയിട്ടുള്ളത്. സിൻസ് C1 ഗ്രേറ്റർ ദാൻ 0 ആൻഡ് C2, C3, C4 ലെസ് ദാൻ 0, വി ചൂസ് ഫസ്റ്റ് column as the pivot column and in this column only A12 അല്ലത് A21 ആണ്. A21 എഴുതണേ, A12 അല്ല, A2 ആണ്. ആ കോളത്തിൽ വരുന്ന എലമെൻ്റ് അല്ല. ഇൻ ദിസ് കോളം A21 ഈക്വൽ ടു 2/15 ഗ്രേറ്റർ ദാൻ 0. അത് മാത്രമേ ഉള്ളൂ പോസിറ്റീവായിട്ട് വരുന്നത് അല്ലേ. AJ വാല്യൂ ഈ കോളത്തിൽ വരുന്നത് A21 ഈക്വൽ ടു 2/15 മാത്രമാണ് പോസിറ്റീവ് ഉള്ളൂ. അപ്പോൾ നമ്മൾ പൈവോട്ട് റോ എന്ന് പറയുന്നത് സെക്കൻഡ് റോ ആണ്. Therefore, the second row is the pivot row. B2/A21 ചെയ്ത വാല്യൂ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് എഴുതിയെന്നുള്ളൂ. B2/A21 ചെയ്ത് കഴിഞ്ഞാൽ 15/20 അത് മാത്രമേ ഉള്ളൂ വരുന്നത്. അപ്പോൾ പിന്നെ മിനിമം എന്ന് പറഞ്ഞാലും അതിനല്ലേ ഉണ്ടാവുള്ളൂ. ആൻഡ് ദി എലമെൻറ്റ് 2/15 അല്ലേ, രണ്ടിൽ കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ് പറഞ്ഞാൽ 2/15 ആണ്. ഫസ്റ്റ് കോളം സെക്കൻഡ് റോ ആണ് അല്ലേ. അപ്പോൾ 2/15 ആണ് കോമൺ എലമെൻറ്റ്, ഈസ് ദി പൈവോട്ട് എലമെൻറ്റ്. ദി ന്യൂ ടേബിളോ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതാ ഇത് വാല്യൂസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. വേറെ ഇന്നലെ ഒന്നും നമ്മൾ ഈ ടേബിൾ കണ്ടിട്ടില്ല, ഈ ടേബിളും ഇന്നലെ എഴുതിയിട്ടില്ല. പിന്നെ അത് ടെക്സ്റ്റിലുള്ളത് ഡയറക്റ്റ് ആയിട്ട് എഴുതിയതാണ്, പിന്നെ അത് ടെക്സ്റ്റ് കണ്ടില്ല, അതുകൊണ്ട് ഈ വാല്യൂസൊക്കെ അവിടെ എഴുതേണ്ടി വന്നു. ഇതൊക്കെ എഴുതാൻ അറിയാലോ ലെസ്. പിന്നെ മോഡലൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്, നമ്മൾ കുറേ ചെയ്തതാണ്. അപ്പോൾ ഈ ടേബിൾ നോക്കിയാൽ തന്നെ നമുക്ക് കാണാം അതിലൊക്കെ എഫ് എന്നുള്ളത് എഫിൻ്റെ ഭാഗത്ത് 0 ആയിരുന്നു. ഇവിടെ -1/5 വന്നിട്ടുണ്ട് അല്ലേ. തൊട്ട് മുന്നത്തെ ടേബിളോ നോക്കുകയാണെങ്കിൽ അതുവരെ 0 പോയിട്ടുണ്ട്. അതായത് ഈ ടേബിളോ വരെ രണ്ടും ഒരേപോലെ തന്നെ കാരണം, അതായത് മുന്നേ നമ്മൾ സൈക്ലിങ്ങിൽ ചെയ്തതും ഇപ്പോൾ ചെയ്തതും. ഇനി മുതൽ അതിൽ ചേഞ്ച് വന്നു, അതുകൊണ്ടാണ് അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് പോയി അല്ലേ. അപ്പോൾ 1/5 വന്നിട്ട് മറ്റേത് 0 തന്നെയായിരുന്നു, എത്രയും വന്നിരുന്നു, പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരെ തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ -1/5 ആയി മാറിയിട്ടുണ്ട്. പിന്നെ ഈ ടേബിളോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ -5/4 വന്നിട്ടുണ്ട്. ഇവിടെ നോക്കാം, പൈവോട്ട് എൻട്രി 2/15 ആയിരുന്നു. അപ്പോൾ പൈവോട്ടിങ് ചെയ്ത ശേഷം കിട്ടിയ ടേബിളാണിത്. വേരിയബിൾ ഇൻ്റർചേഞ്ചിങ്ങും പീനെ റീപ്ലേസ് ചെയ്തു, 1/p കൊടുത്തു. പീൻ്റെ റോയിലെ എലമെൻസിനെ p കൊണ്ട് ഡിവൈഡ് ചെയ്തു, കോളത്തിലെ എലമെൻസിനെ -p കൊണ്ട് ഡിവൈഡ് ചെയ്തു. ബാക്കി എലമെൻസൊക്കെ റീപ്ലേസ് ചെയ്തതാണ് എസ്. ഈ ഓർഡറിലാണ് പോയിട്ടുള്ളത്. ആദ്യം ഇത്, പിന്നെ ഇത്, പിന്നെ അത്, ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ കിട്ടിയ ടേബിളാണിത്. ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലെല്ലാവരും നെഗറ്റീവായി. ഇത് -5/4 ആട്ടോ. ഇതിലെ എല്ലാ CJ വാല്യൂസും നെഗറ്റീവായി. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. ഈ ടേബിളിലെ ബേസിക് സൊല്യൂഷനാണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഈ ടേബിളിൻ്റെ ബേസിക് സൊല്യൂഷനാണ് ഈ പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ബേസിക് സൊല്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിന് 0 കൊടുക്കുമ്പോൾ കിട്ടുന്ന സൊല്യൂഷൻ. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താ വന്നിട്ടുള്ളത്, x4, T2, T3, x2 അതിനൊക്കെ 0 കൊടുക്കുക. അപ്പോൾ x3 എന്താ വരിക, 1 വരും അല്ലേ. -x3 = -1 കാരണം അപ്പോൾ x3 = 1. അതുപോലെ T1 3/4, x1 1 ഇങ്ങനെ വരും. x3 1, T1 3/4, x1 1, x4 0 ആണ്, x2 0 ആണ്. നമുക്ക് x1, x2, x3, x4 ആണ് അത്യാവശ്യം. x4, x2 0 ആണ്, x1, x3യും 1 ആണ്. ഇനി ഒപ്റ്റിമൽ വാല്യൂ അല്ലെങ്കിൽ മാക്സിമം പ്രോബ്ലം ആയതുകൊണ്ട് മാക്സിമം വാല്യൂ എന്ന് പറയാം. ജനറലി നമ്മൾ ഒപ്റ്റിമൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം ആണ്. ഇവിടെ മാക്സിമം പ്രോബ്ലം ആണല്ലോ. സോ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താ വരിക, 5/4 ആണ് വരിക അല്ലേ. -1 × -5/4 പറഞ്ഞാൽ 5/4 വരിക. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. Therefore, basic solution of this table is optimal solution of this problem. The basic solution is obtained by putting x4 = T2 = T3 = x2 = 0. അതൊക്കെ 0 കൊടുത്തു. Then x3 = 1, T1 = 3/4, x1 = 1. And the optimal value, അതായത് മാക്സിമം ഓഫ് എഫ് ഈസ് 5/4. മാക്സിമം വാല്യൂ എന്നുള്ളത് 5/4 ആണ്. അപ്പോൾ ഇതാണ് സൊല്യൂഷൻ. അപ്പോൾ ഈ മെത്തേഡ് കൂടി പോയപ്പോൾ നമുക്ക് സൊല്യൂഷൻക്ക് എത്താൻ പറ്റി. മറ്റേത് സൈക്ലിംഗ് കൂടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരികയായിരുന്നു ചെയ്തത്. അപ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക, ഈ സ്റ്റെപ്പൊക്കെ എഴുതി വരുമൊന്നും വേണ്ട. എന്ത് നമ്മൾ ജസ്റ്റ് ഒരു എലമെൻറ്റ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ 2 C1 C3 വരുന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുമ്പോൾ ഒന്ന് നോക്കുക,
ഏതാണ് നമ്മൾ ലിസ്റ്റ് നിങ്ങൾ സൈഡിൽ എഴുതി നോക്കിയാലും മതി, x1 x2 ആ ഓർഡറിൽ എഴുതി നോക്കിയാലും മതി. എന്നിട്ട് എന്ത് ചെയ്യുക, ഏത് വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളാണോ ഫസ്റ്റ് കൊടുക്കേണ്ടത് നോക്കിയാൽ മതി. ഓക്കെ, ഏത് വേരിയബിളാണോ ഫസ്റ്റ് വന്നിട്ടുള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളത്തിന് നിങ്ങൾ പൈവറ്റ് കോളായിട്ട് ചൂസ് ചെയ്യുക. അതുപോലെ റോ ചൂസ് ചെയ്യുമ്പോൾ രണ്ട് AJ വാല്യൂസിന് ഒരേപോലെ മിനിമം വാല്യൂ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ റോയിലുള്ള വേരിയബിൾ നോക്കുക, ഏതാണ് നമ്മുടെ ലിസ്റ്റ് ചെയ്ത വേരിയബിൾസിൽ ഫസ്റ്റ് വരുന്നത് ആ ഓർഡർ കൊടുക്കുക. അങ്ങനെ ചെയ്തു പോന്നാൽ നമുക്ക് സൈക്ലിംഗ് ഒന്നും ഇല്ലാതെ ആ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ മൊഡ്യൂളിലുള്ളത്. ഇനി ജസ്റ്റ് ഒരു കൺക്ലൂഷൻ പറയുന്നുണ്ട്. അത് ഞാനൊരു ഫോട്ടോ ആക്കി അയച്ചിരിക്കുകയാണ്, PDF-ൻ്റെ ഫോട്ടോ ആണ്, അത് എഴുതുക കേട്ടോ. Concluding remarks. We have now developed the simplex algorithm with anti-cycling rules. അല്ലേ, ആൻറ്റി-സൈക്ലിംഗ് റൂൾസ് വെച്ചിട്ട് സിംപ്ലക്സ് അൽഗോരിതം ചെയ്തു. A complete procedure for solving canonical maximization and canonical minimization linear programming. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായാലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. മിനിമം പ്രോബ്ലം ആയിക്കോട്ടെ, മാക്സിമൈസേഷൻ പ്രോബ്ലം ആയിക്കോട്ടെ. മിനിമം പ്രോബ്ലം ആണെങ്കിൽ നമ്മളെങ്ങനെ ചെയ്തിരുന്നു, അതിനൊരു മിനിമത്തിൻ്റെ ടേബിൾ എഴുതും, അതിൻ്റെ നെഗറ്റീവ് ട്രാൻസ്പോസ് എടുത്തിട്ട് ഒരു മാക്സിമം ടേബിളിൻ്റെ ഫോം കൊണ്ടും എന്നിട്ട് മാക്സിമം പ്രോബ്ലത്തിനെ ചെയ്യണ രീതിയിൽ ചെയ്യും. പിന്നെ നമ്മൾ അത് മാക്സിമം ബേസിക് ഫീസിബിളിൻ്റെ രീതിയിൽ വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇൻഫീസിബിൾ എന്നുള്ള രീതിക്ക് ആയിരിക്കും. എങ്ങനെ ചെയ്യുകയാണെങ്കിലും മാക്സിമം ടേബിൾ ആൻഡ് ഫോമിൽ ചെയ്യുകയാണെങ്കിലും ഇനി നെഗറ്റീവ് വന്നോട്ടെ, മാക്സിമം ബേസിക് ഫീസിബിൾ ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, നിങ്ങൾ ഈ മെത്തേഡ് ആൻറ്റി-സൈക്ലിങ്ങിൻ്റെ ഈ പ്രൊസീജിയേഴ്സ് നോക്കുക. അല്ലേ, CJ വാല്യൂസ് ചൂസ് ചെയ്യുമ്പോഴും AJ വാല്യൂസ് ചൂസ് ചെയ്യുമ്പോഴൊക്കെ അത് നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ പ്രോബ്ലം ചെയ്യാൻ പറ്റും. Canonical maximization and canonical minimization linear programming problems fall into 4 classes. Infeasible linear programming. ഒന്നെങ്കിൽ നമുക്ക് ഇൻഫീസിബിളായിട്ട് വരാറുണ്ട് അല്ലേ, മാക്സിമം പ്രോബ്ലം ആയപ്പോൾ നമ്മൾ ഇൻഫീസിബിളായിട്ട് വന്ന കേസ് ഉണ്ടായിരുന്നു. ഇൻഫീസിബിൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആവാം, അൺബൗണ്ടഡ് ആവും അല്ലേ. മാക്സിമം ബേസിക് ഫീസിബിളിൻ്റെ സ്റ്റെപ്പിലാണ് അൺബൗണ്ടഡ് എന്നുള്ള കേസ് വന്നിരുന്നത്. എന്തായാലും മാക്സിമം ആകുമ്പോഴും ഒരു സ്റ്റെപ്പിൽ നമ്മൾ മാക്സിമം ബേസിക് ഫീസിബിളായി മാറാറുണ്ട്, ചിലപ്പോൾ ഇൻഫീസിബിളായി സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കേസിൽ അൺബൗണ്ടഡ് ആവാമല്ലോ. അപ്പോൾ ഇൻഫീസിബിൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് ഉണ്ട്, അതുപോലെ അൺബൗണ്ടഡ് ആയിട്ടുള്ളതുണ്ട്. ഇനി ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് ഹാവിങ് ബൗണ്ടഡ് കൺസ്ട്രെയിൻ സെറ്റ് ബൗണ്ടഡ് ആയിരിക്കും, ഫോർ വിച്ച് ദ ഒപ്റ്റിമൽ വാല്യൂസ് ഓഫ് ദ ഒബ്ജക്റ്റീവ് ഫങ്ഷൻസ് ആർ അറ്റൈൻഡ് അറ്റ് എക്സ്ട്രീം പോയിൻറ്റ്സ്. പിന്നെ ഒപ്റ്റിമൽ വാല്യൂസ് എക്സ്ട്രീം പോയിൻറ്റ്സിൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ ഗ്രാഫൊക്കെ വരച്ചിട്ട് ഒക്കെ പറഞ്ഞിരുന്നില്ലേ, നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൻ്റെ സ്റ്റാർട്ടിങ് ചെയ്ത എക്സാമ്പിളിനൊക്കെ അതിന് ഗ്രാഫിക്കലി നമ്മൾ സ്റ്റാർട്ടിങ്ങിലും ചെയ്തിട്ടുണ്ട്, സിംപ്ലക്സ് അൽഗോരിതം വെച്ചിട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ ഉണ്ടായിരുന്നു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് ഹാവിങ് അൺബൗണ്ടഡ് കൺസ്ട്രെയിൻസ്, അതും നമ്മൾ ചെയ്തിരുന്നു അല്ലേ. കൺസ്ട്രെയിൻ സെറ്റ് അൺബൗണ്ടഡ് ആയിട്ട് വരക്കും ചെയ്തിരുന്നു ആ എക്സാമ്പിളിൽ. അപ്പോൾ അൺബൗണ്ടഡ് കൺസ്ട്രെയിൻസ് സിംപ്ലക്സ് അൽഗോരിതം വെച്ചിട്ട് അൺബൗണ്ടഡ് ആണെന്ന് പ്രൂവ് ചെയ്തിരുന്നു. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് ഹാവിങ് അൺബൗണ്ടഡ് കൺസ്ട്രെയിൻ സെറ്റ്സ് ഫോർ വിച്ച് ഒപ്റ്റിമൽ വാല്യൂസ് ഓഫ് ദി ഒബ്ജക്റ്റീവ് ഫങ്ഷൻസ് ആർ അറ്റൈൻഡ് അറ്റ് എക്സ്ട്രീം പോയിൻറ്റ്സ്, അതും ചെയ്തിരുന്നു. ദ സിംപ്ലക്സ് അൽഗോരിതം വിത്ത് ആൻറ്റി-സൈക്ലിംഗ് റൂൾസ് എഫക്റ്റീവ്ലി ഹാൻഡിൽസ് ഓൾ ഫോർ ക്ലാസസ് എബവ്. സിംപ്ലക്സ് ആൻറ്റി-സൈക്ലിംഗ് റൂൾസ് വെച്ചിട്ട് ഈ എല്ലാതും ചെയ്യാം. അതായത് ഇൻഫീസിബിൾ സൊല്യൂഷൻ ആണെങ്കിലും അൺബൗണ്ടഡ് സൊല്യൂഷൻ ആണെങ്കിലും ഇനി ഒരു ഫീസിബിൾ സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു കൺസ്ട്രെയിൻ സെറ്റ് ബൗണ്ടഡിൽ നമുക്ക് എക്സ്ട്രീം പോയിൻറ്റ്സിൽ സൊല്യൂഷൻ കിട്ടുന്നുണ്ടെങ്കിലും ഇനി അൺബൗണ്ടഡ് കൺസ്ട്രെയിൻ സെറ്റ് ആണെങ്കിൽ ഏത് കേസിലാണെങ്കിലും നമുക്ക് ആൻറ്റി-സൈക്ലിംഗ് അപ്ലൈ ചെയ്ത് ചെയ്യാമെന്നാണ് പറഞ്ഞത്. In classes 1 and 2, the algorithm terminates with a tableau indicating the infeasibility or unboundedness. അല്ലേ, ഫസ്റ്റ് കേസിൽ പറയണത് ഇൻഫീസിബിളാണ് പ്രോബ്ലം, അടുത്തതിൽ അൺബൗണ്ടഡ് ആണ്. അപ്പോൾ അവിടെ വെച്ച് നിർത്താറാണ് പതിവ്. ഇൻഫീസിബിൾ ആണെങ്കിൽ അവിടെ വെച്ച് നിർത്തും, അൺബൗണ്ടഡ് ആണെങ്കിൽ അതും പറഞ്ഞിട്ട് നിർത്താറാണ് പതിവ്. The algorithm terminates with a tableau indicating the infeasibility or unboundedness. In classes 3 and 4, the algorithm terminates with a tableau whose basic solution is optimal irrespective of the boundedness or unboundedness of the constraint set. ബാക്കി രണ്ട് കേസിലും നമ്മൾ ഈ കറസ്പോണ്ടിങ് ടേബിളിൻ്റെ ബേസിക് സൊല്യൂഷനാണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയിരുന്നത്. In addition, the simplex algorithm is much more efficient than the geometric approach. അത്ര എഴുതിയാൽ മതി, ചാപ്റ്റർ 1 ഒന്നും എഴുതണ്ട. ജോമെട്രിക് അപ്രോച്ചിനെക്കാട്ടും കുറച്ചും കൂടി നല്ലതാണ് ഈ മെത്തേഡ്. നമ്മൾ അവിടെ കുറച്ച് ലിമിറ്റേഷൻസൊക്കെ പറഞ്ഞിരുന്നു അല്ലേ,
ജോമെട്രിക് മെത്തേഡിൽ ചെയ്യുമ്പോൾ. അപ്പോൾ അതൊക്കെ തരണം ചെയ്തിട്ടാണ് ഈ സിംപ്ലക്സ് മെത്തേഡ് ഉള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്റർ ഈ മോഡ്യൂളുള്ളത്. ഇനി നെക്സ്റ്റ് മോഡ്യൂൾ നോക്കാം. സിംപ്ലക്സ് അൽഗോരിതം ഇത്രയാണ് പറയുന്നത്.